إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 13ാമത്തെ നോമ്പിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും മറ്റു സൽക്കർമ്മങ്ങളും പരിപൂർണമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. ഓരോ റമദാൻ വിശ്വാസികളിലേക്ക് കടന്നു വരുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇസ്സത്തിൻ്റെ, പ്രതാപത്തിൻ്റെ കഥ പറയുന്ന, പ്രതീക്ഷയുടെ കിരണങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്ന ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ വലിയ യുദ്ധം ബദർ നടന്ന മാസമാണ്. റമദാൻ 17ൻ്റെ പകലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ 2ാം വർഷം ഒരു വെയിലത്ത് ചുട്ടുകൊള്ളുന്ന ആ മണൽക്കാട്ടിൽ ബദർ എന്ന് പറയുന്ന പ്രദേശത്ത് മക്കയിലെ സകല നേതാക്കന്മാരടക്കം പങ്കെടുത്ത ആ യുദ്ധത്തിൽ വളരെ വമ്പിച്ച വിജയം മുസ്ലിമീങ്ങൾ കരസ്ഥമാക്കിയ ആ യുദ്ധം നടന്ന മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലവും ആ യുദ്ധമുണ്ടാവാനുള്ള സാഹചര്യവും അതിൻ്റെ പര്യവസാനവും എല്ലാം പല വേള പല കുറി നമ്മൾ കേട്ടവരാണ്, ആവർത്തിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. ഷാമിൽ നിന്ന് വരുന്ന അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തണം എന്നത് മാത്രമായിരുന്നു മദീനയിൽ നിന്ന് പുറപ്പെട്ട 300ഓളം വരുന്ന, കൃത്യമായി പറഞ്ഞാൽ 317ഓളം വരുന്ന സ്വഹാബാക്കളുടെ മനസ്സിലുള്ള ഏക ലക്ഷ്യം. കേവലം 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമായിരുന്നു അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. യുദ്ധത്തിനുള്ള യാതൊരു ഒരുക്കങ്ങളും അവരുടെ പക്കൽ നിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടാനുള്ള സാമ്പത്തികമായ ഭദ്രതയും അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതാ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് പിടിച്ചെടുക്കണം. കാരണം അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത് ഹിജറ ചെയ്യാൻ തുനിഞ്ഞ സ്വഹാബാക്കളിൽ നിന്ന് പിടിച്ചു വെച്ച സമ്പത്ത് കൊണ്ടാണ് അവർ കച്ചവടത്തിന് പോകുന്നത്. അത് പിടിച്ചു വെച്ചിട്ട് വേണം എന്തിനും ഒരുങ്ങാൻ. ആ കച്ചവട സംഘത്തെ ഒന്ന് തടഞ്ഞു നിർത്തുക, മുസ്ലിമീങ്ങൾ ഇവിടെയുണ്ട്, അവരെല്ലാത്തിനും പ്രാപ്തരായവരായി കൊണ്ടിരിക്കുന്നു എന്ന് മക്കയിലെ മുശ്രിക്കുകളെ ഒന്ന് ഉണർത്തുക. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഇറങ്ങിത്തിരിച്ചതിൻ്റെ ലക്ഷ്യം. എന്നാൽ അതീവ ബുദ്ധിശാലിയായ അബൂ സുഫിയാൻ പിന്നീട് മക്കം ഫതഹിൻ്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. മക്കയിലെ മുശ്രിക്കുകളോട് ഒരു ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, മുഹമ്മദും സംഘവും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ഞങ്ങൾക്ക് സംരക്ഷണം വേണം. കേട്ട പാതി കേൾക്കാത്ത പാതി എങ്ങനെ മുസ്ലിമീങ്ങളെ തകർക്കാം എന്ന് കാലേ കൂട്ടി കണക്ക് വച്ച് കാത്തിരിക്കുന്ന മക്കയിലെ ഖുറൈശികൾ
അവർക്കെന്തോ ദുനിയാവ് മുഴുവനും കിട്ടിയ സന്തോഷത്തിൽ സകലമാന സന്നാഹങ്ങളും ഒരുക്കി 700ഓളം ഒട്ടകങ്ങളും ബാക്കി കുതിരകളുമായി സർവ സന്നാഹമായി രാത്രിയിൽ ആടിപ്പാടി നൃത്തം ചവിട്ടാൻ സ്ത്രീകളെയും കൂട്ടി ഓരോ ദിവസവും ഓരോ ഒട്ടകത്തിനെ അറക്കുവാൻ മാത്രമുള്ള എണ്ണം ഒട്ടകത്തെയും മേച്ച് അവർ ബദറിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് അവർ മദീനയെ ലക്ഷ്യം വെച്ച് വരുന്നത്. എന്നാൽ ഇതറിഞ്ഞ സ്വഹാബാക്കളും പ്രവാചകരും ഒരു നിമിഷം അവിടെ നിന്നു. എന്തു ചെയ്യണം സ്വഹാബ? ചർച്ചയാണ്. എന്തു ചെയ്യണം? മുഹാജിറുകൾ മക്കയിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ മുഴുവനും പറഞ്ഞു, പ്രവാചകരെ നമുക്ക് യുദ്ധം ചെയ്യാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യം മദീനയിൽ താമസിച്ച പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച അൻസാരികളുടെ തീരുമാനമായിരുന്നു. 3 വട്ടം പ്രവാചകൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? 3 വട്ടവും മുഹാജിറുകളിലെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ നമുക്ക് ഇറങ്ങാം. പക്ഷെ പ്രവാചകൻ വേണ്ട ഉത്തരം അൻസാരികളിൽ നിന്നായിരുന്നു. ഇതറിഞ്ഞ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ ഞങ്ങളെയും കൊണ്ട് അങ്ങൊരു കടലിൻ്റെ ഓരത്ത് പോയി നിന്ന് നിങ്ങൾ ആ കടലിലേക്ക് എടുത്തു ചാടിയാലും പ്രവാചകരെ നിങ്ങളുടെ കൂടെ ഞങ്ങളും എടുത്തു ചാടും. നിങ്ങൾ ഒരു ഹൈമ ഞങ്ങൾ കെട്ടിത്തരാം, ഒരു കുടില് ഞങ്ങൾ കെട്ടിത്തരും, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. അവസാനത്തെ അൻസാരിയുടെ തൊണ്ടയിൽ നിന്ന് അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെട്ടിട്ടല്ലാതെ പ്രവാചകരെ അങ്ങയുടെ ദേഹത്ത് ഒരു തരി മണ്ണേൽക്കുകയില്ല എന്ന് പറഞ്ഞു. നമുക്ക് യുദ്ധത്തിനൊരുങ്ങാം. അങ്ങനെ അവർ പോവുകയാണ്. കേവലം 70 ഒട്ടകവും 2 കുതിരയും. അവരുടെ കൈവശമുണ്ടായിരുന്നത് ആകെ അറബികൾ സാധാരണയായി കൊണ്ടു നടക്കാറുള്ള ഒരു വാളാണ്. അത് അറബികളുടെ ഒരു സംസ്കാരമാണ്. അതിനപ്പുറത്ത് പടച്ചട്ടയോ പടക്കോപ്പുകളോ ഒന്നുമില്ല. എന്നിട്ടും അള്ളാഹുവിൽ തവക്കുലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് തിരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വാഗ്ദാനം നൽകി. യുദ്ധം നടക്കുന്ന തലേ ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണിച്ചു കൊടുത്തു. ഈ സ്ഥലത്താണ് ഉത്തുബ മരിച്ചു വീഴുക, ഈ സ്ഥലത്താണ് ഇന്നാൾ മരിച്ചു വീഴുക, ഇന്നയാൾ വെട്ടേറ്റ് ഇവിടെയാണ് വീഴുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ആ ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുമെന്നുള്ളത് സുനിശ്ചിതമായ കാര്യമായിരുന്നു. യുദ്ധത്തിൻ്റെ തലേ ദിവസം ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു സന്ദർഭമാണ്. അവിടെ മുശ്രിക്കുകളുടെ ശത്രുപക്ഷത്തെ അവിടെ നൃത്തവും പാട്ടും കൂത്തുമായി അവർ ആർമാദിക്കുകയാണ്. 10 ആളുകൾക്ക് ഒരൊട്ടകം എന്ന നിലയിൽ അവർ അറുത്തു ഭക്ഷണം കഴിച്ച് ഉല്ലസിക്കുകയാണ്. നർത്തകിമാർ നൃത്തം ചെയ്ത് അവർ ആവോളം മദ്യപിച്ച് ലക്ക് കെട്ട് അവർ ആഹ്ലാദിക്കുകയാണ്. കാരണം വെറും 300 ആളുകളേ ഉള്ളൂ. 70 ഒട്ടകവും 2 കുതിരയുമായി വന്ന അവർ നമ്മളെ മുമ്പിൽ ഒന്നുമല്ല എന്ന ലാഘവത്വം. എന്നാൽ ഇപ്പുറത്ത് മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടിലിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തേങ്ങൽ കേൾക്കുകയാണ്. ചെന്നു നോക്കിയപ്പോൾ 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുള്ള തട്ടം നിലത്തു വീണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ കുതിർന്ന് ആ താടി രോമങ്ങളിലൂടെ ഊർന്നിറങ്ങിയ കണ്ണുനീര് നിലത്ത് വിറ്റി ആ മണ്ണ് നനയുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. അല്ലാഹുവേ, ഈ കൊച്ചു സൈന്യം ഇവിടെ നാളെ പരാജയപ്പെട്ടാൽ ലൻ തുഅബദു ഫിൽ അർളി അബദാ, പിന്നെ നിന്നെ ആരാധിക്കുവാൻ ദുനിയാവിൽ ഒരാളുണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് അൻജിസ് വഅദ, അല്ലാഹുവേ നിന്റെ കരാർ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകണമേ. പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാ പ്രവാചകരെ? യുദ്ധം വിജയിക്കുമെന്ന് അള്ളാന്റെ വാഗ്ദാനമല്ലേ? 1000ഓളം മലക്കുകൾ ഇറങ്ങി വന്ന് സഹായിക്കുമെന്നത് അള്ളാന്റെ വാഗ്ദാനമല്ലേ? പിന്നെ എന്തിനാ ഉറക്കമിളച്ച് കണ്ണീര് വറ്റുമാറ് പ്രവാചകരെ അങ്ങ് പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾക്കുള്ള പാഠമതാണ്. പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം സുനിശ്ചിതമാണ് എന്ന് വഹിയ കൊടുത്തു. ഉത്ബയും ഷൈബയും അടങ്ങുന്ന വിശഗ്ഗരന്മാർ എവിടെ മരിച്ചു വീഴുമെന്ന് യുദ്ധത്തിന്റെ തലേ ദിവസം ജിബ്രീൽ കാണിച്ചു കൊടുത്തു. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് എന്നതാണ് ബദർ നൽകുന്ന സന്ദേശം. ഏറ്റവും നല്ല ആയുധം. നമ്മൾ ആലോചിക്കുക, പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാറുണ്ടോ? വിജയിക്കുമെന്ന് ഉറപ്പാണ് എന്നറിഞ്ഞിട്ടും ഉറങ്ങാതെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാളെയുടെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത, അടുത്ത നിമിഷം എന്താകുമെന്നറിയാത്ത, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതെവിടെ എത്തുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത നമ്മൾ എത്ര കണ്ട് അല്ലാഹുവിനോട് റബ്ബേ അത് വിജയത്തിലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുത്തിമറിഞ്ഞ് പഠിക്കുമ്പോഴും അള്ളാഹുവേ ആ പരീക്ഷയിൽ എന്നെ വിജയിപ്പിക്കണേ എന്ന് എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പുതിയ കച്ചവടം തുടങ്ങാൻ നമ്മൾ മൂലധനമിറക്കി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി, എത്രത്തോളം പരസ്യം കൊടുക്കാമോ അതൊക്കെ കൊടുത്തു. പക്ഷേ അത് വിജയിക്കുമോ ഇല്ലയോ എന്ന നിശ്ചയം നമ്മൾക്ക് പോലുമില്ല. എന്നിട്ട് പോലും അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്ത് കരങ്ങൾ ഉയർത്തി കണ്ണ് നനയിച്ച് റബ്ബേ ഇത് വിജയിപ്പിച്ചു നൽകണേ, ഹലാലാക്കി നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭാര്യ ലേബർ റൂമിന്റെ അകത്ത് വേദനയോട് മല്ലിട്ട് കിടക്കുമ്പോൾ നമ്മളെല്ലാവരോടും പ്രയാസം പറഞ്ഞ് സങ്കടത്തോടു കൂടി മാറി നിൽക്കുന്ന സമയത്തെങ്കിലും പടച്ചോനെ ഒരു എളുപ്പം നൽകണേ, പ്രയാസം ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതാണ് ബദർ നൽകുന്ന പാഠം. അള്ളാഹുവിലേക്ക് എത്രത്തോളം കീഴൊതുങ്ങാൻ, എത്രത്തോളം റബ്ബിലേക്ക് താഴ്ന്നു പോകാൻ നമ്മൾക്ക് സാധിക്കുമോ അത്രയും നമ്മൾ ഇറങ്ങണം. അല്ലാഹു സ്വമദ്, അള്ളാഹുവാണ് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു നൽകുന്നവൻ. നമ്മുടെ ആശ്രയം അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അടുത്താണ് വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. അത് ചോദിക്കാൻ, റബ്ബേ നൽകണേ എന്ന് പറയാൻ നമ്മുടെ മനസ്സെപ്പോഴെങ്കിലും താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആ ബദർ നൽകുന്ന, വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. എത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുക. ബദർ നൽകുന്ന രണ്ടാമത്തെ ഒരു പാഠം 313 317 മുസ്ലിമീങ്ങളുടെ എണ്ണം, 1000 ശത്രുക്കളുടെ എണ്ണം, 70 മുസ്ലിമീങ്ങളുടെ പക്കലുള്ള ഒട്ടകത്തിന്റെ എണ്ണം, 700 മുശ്രിക്കുകളുടെ പക്കലുള്ള ഒട്ടകത്തിന്റെ എണ്ണം. അവരുടെ കയ്യിൽ പടച്ചട്ടയുണ്ട്. യുദ്ധത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവർ മുസ്ലിമീങ്ങളുടെ കഴുത്തറക്കാൻ കാത്തുവച്ച വാളുകൾ അവരുടെ പക്കലുണ്ട്. മുസ്ലിമീങ്ങളുടെ കയ്യിലോ അറബികൾ സാധാരണ കൊണ്ടു നടക്കാറുള്ള ആ വാൾ, അത് തന്നെ നുരുമ്പിയ വാളുള്ളവരുണ്ട്, പൊട്ടിയ വാളുള്ളവരുണ്ട്, മൂർച്ച കുറഞ്ഞ വാളുള്ളവരുണ്ട്. എന്നിട്ടും വിജയം അള്ളാഹു നൽകിയത് ഈ ചെറിയ സൈന്യത്തിനാണ്. വഅൻതും അതില്ല, എണ്ണം കൊണ്ട് നിങ്ങൾ കുറവായിരുന്നു. പക്ഷേ വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, ബദറിൽ ഞാൻ നിങ്ങളെ സഹായിച്ചു, അള്ളാഹു നിങ്ങളെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഖുവ്വത്തുൽ ഈമാൻ, അതാണ് വിശ്വാസിയുടെ ആയുധം എന്ന് പറഞ്ഞാൽ. ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിന്റെ ശക്തി, ഈമാനിന്റെ ശക്തി. സഅദ് പറഞ്ഞ, പ്രവാചകരെ നിങ്ങൾ എവിടേക്ക് പോയാലും പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും റസൂലേ. നിങ്ങൾക്ക് എന്ത് വലിയ ആപത്ത് സംഭവിച്ചാലും പ്രവാചകനെ, ഞങ്ങളുടെ ശരീരത്തിലെ അവസാനത്തെ ശ്വാസവും നിലക്കാത്ത സന്ദർഭത്തിൽ ആ പ്രവാചകരെ താങ്കളുടെ മേൽ ഒരു തരി മണ്ണ് വീഴില്ല. അത് ഈമാനിന്റെ പവറാണ്. നമ്മൾക്കൊക്കെ എത്രത്തോളം ഈമാനുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഒരു 4 അസുഖം മാറി മാറി വന്നാൽ അവസാനിക്കുന്നതാണോ നമ്മുടെ ഈമാൻ? ഒരു 3 പരീക്ഷണം, 4 കച്ചവടം നടത്തി 3ഉം പൊട്ടി, 4ാമത്തത് പൊട്ടാനുള്ള വക്കീലാണ്. ആ സമയത്ത് തകർന്നു പോകുന്നതാണോ നമ്മുടെ ഈമാൻ? അള്ളാഹിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതാണോ നമ്മുടെ ഈമാൻ? 2 കൈയും 2 കാലുമില്ലാത്തൊരു മനുഷ്യൻ, കണ്ണ് കാണാത്തൊരു മനുഷ്യൻ, ഒരു രാത്രിയിൽ ഒരു സലഫായൊരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കൊടിയിൽ നിന്ന് തസ്ബീഹ് ചെല്ലുന്ന സമയം കേൾക്കുകയാണ്. അയാൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, അള്ളാഹുവിന് ശുക്ർ പറയുന്നുണ്ട്, തഹ്മീദ് നടത്തുന്നുണ്ട്, അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്, 2 കാലില്ല, 2 കൈയില്ല, കണ്ണ് കാണാത്ത മനുഷ്യൻ. അയാൾ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ആവോളം നന്ദി പറയുകയാണ്. അത്ഭുതത്തോടെ ഈ പണ്ഡിതൻ ചോദിച്ചു, അല്ലയോ മനുഷ്യ, നടക്കാൻ കാലുകളില്ല, ഉപയോഗിക്കാൻ കൈകളില്ല, ഈ ലോകം കാണാൻ 2 കണ്ണും നിങ്ങൾക്കില്ല, എന്നിട്ടും ഉറങ്ങാതെ ഈ അന്തിയാമത്തിൽ ആരോരുമില്ലാത്ത ഈ മണൽക്കാട്ടിൽ എന്തിനാ ഈ കുടിലിൽ ഉറങ്ങാതെ നിങ്ങൾ അള്ളാഹു നന്ദി പറയുന്നത്? പ്രിയമുള്ളവരെ, അത് ഈമാനാണ്. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, എന്നെ ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹ് അനുവദിച്ചില്ലേ? എനിക്ക് ചലിപ്പിക്കാൻ എൻ്റെ നാവല്ല നൽകിയില്ലേ? ആ ഈമാനാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് വേണ്ടത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഈമാൻ അത് നമ്മളുടേതല്ല, അത് വിശ്വാസിയുടേതല്ല, അത് വിശ്വാസിയുടേതല്ല. അതുകൊണ്ട് ആ ബദർ നൽകുന്ന ഈമാനിൻ്റെ ശക്തി നമ്മൾക്കുണ്ടാവണം. അവർ കയ്യിലൊന്നുമില്ലാഞ്ഞിട്ടും ഒരടി പോലും പതറാതെ അവർ ആ യുദ്ധരംഗത്ത് പോരാടിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സബാദ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ബദറിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. ആ ചെറിയ കുട്ടി സബാദ് റളിയല്ലാഹു യുദ്ധത്തിന് പോകാനുള്ള അതിയായ ആഗ്രഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന്റെ നിര നേരെയാക്കുമ്പോൾ ഒന്ന് മാറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഒടുക്കം പ്രവാചകനെ കെട്ടിപ്പിടിച്ച് പ്രവാചകരെ ചേർത്ത് പിടിച്ചിട്ട് എനിക്കെൻ്റെ പ്രവാചകന്റെ ചാരത്തണയണം എന്ന് പറഞ്ഞ സബാദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ ഒരു മടിയുമില്ലാത്ത, യുദ്ധത്തിന് പോകാൻ ഒരു പ്രയാസവുമില്ലാത്ത 2 കുട്ടികളുടെ കഥ നമുക്കറിയാം. പ്രവാചകരെ, യുദ്ധത്തിന് വരണം, നിങ്ങൾ കുട്ടികളല്ലേ, തിരിച്ചു പോയിക്കോ. അത് സാരല്ല റസൂലേ, ഞങ്ങൾക്ക് പങ്കെടുക്കണം. അള്ളാന്റെ മാർഗത്തിൽ എല്ലാം ദുനിയാവിനേക്കാൾ വലുത് എനിക്കെൻ്റെ റബ്ബാണ് എന്ന തീരുമാനം
എത്ര പരീക്ഷണങ്ങളും എത്ര പ്രയാസങ്ങളും വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരുക്കി വെച്ച സ്വർഗം എനിക്ക് വേണം. അതിന് പരീക്ഷണങ്ങൾ എനിക്ക് പ്രയാസമാകാൻ പാടില്ല. ബുദ്ധിമുട്ടുകൾ അള്ളാഹിനെ മറക്കാനുള്ള ഇടങ്ങളാകാൻ പാടില്ല. സന്തോഷങ്ങൾ അള്ളാഹുവിനെ വിസ്മരിക്കാനുള്ള സന്ദർഭങ്ങളാകാൻ പാടില്ല. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഈമാൻ നമ്മൾക്ക് ഉണ്ടാവണം. അല്ലെ, അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. ആർക്ക്? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക്, വിശ്വാസമുള്ളിലുള്ള ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ശക്തി കൊണ്ട് അവർക്കൊരു പ്രയാസവും ദുനിയാവിൽ ഉണ്ടാവുകയില്ല. അവർക്കൊരു ബുദ്ധിമുട്ടും ദുനിയാവിൽ ഉണ്ടാവില്ല. പരീക്ഷണങ്ങൾ അടിക്കടി വന്നാലും അവർ പുഞ്ചിരിച്ച് അൽഹംദുലില്ലാ പറയും. സന്തോഷങ്ങൾ എത്ര വന്നാലും ആ സമയത്ത് കണ്ണ് നനച്ച് അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് പറയും. ആ ഈമാനുണ്ടോ ദുനിയാവിൽ എവിടെയും നമ്മൾ കുടുങ്ങില്ല പ്രിയമുള്ളവരെ. ആ ഈമാനുണ്ടോ ദുനിയാവിൽ എവിടെയും നമ്മൾ പ്രയാസപ്പെടില്ല. അതില്ലേ, നമ്മൾക്ക് എത്ര ദുനിയാവിൽ കിട്ടിയാലും നമ്മൾക്ക് പേടിയായിരിക്കും. ദുനിയാവിൽ എത്ര കിട്ടിയാലും നമ്മൾക്ക് മതിയാവില്ല. അതുകൊണ്ട് ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈമാൻ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ദുനിയാവിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും അവിടെ അല്ലാഹ് സഹായമായി നമ്മുടെ മുമ്പിൽ വരും. അതാണ് നസറക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലാഹ് ബദറിൽ നിങ്ങളെ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. ഒന്നുമില്ലാത്ത സ്വഹാബാക്കളെ അല്ലാഹ് സഹായിച്ചു. പ്രിയമുള്ളവരെ, ആ സഹായം ഒന്നുമില്ലാതെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴും അചഞ്ചലമായ ഈമാൻ കയ്യിലുണ്ടോ, ആ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്കും എത്തിക്കും. ആ സഹായം അല്ലാഹു നമ്മിലേക്കും എത്തിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈമാനിൽ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ല. ഈമാനിൽ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ല. ബദർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് ബദർ നൽകുന്ന പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. തൗഹീദുണ്ടോ വിജയം ഉറപ്പാണ്. തൗഹീദുണ്ടോ വിജയം സുനിശ്ചിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കില്ല. ഇല്ലാ അയ്യുതിമ്മ നൂറഹു, അള്ളാഹിന്റെ പ്രകാശത്തെ പരിപൂർണമാക്കാതിരിക്കാൻ അള്ളാഹ് സമ്മതിക്കുകയില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണോ? ശരിയായ തൗഹീദ് നമ്മൾക്കുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ഈ ദുനിയാവിൽ ഒരിക്കലും അള്ളാഹിന്റെ പ്രകാശം അണഞ്ഞു പോവുകയില്ല. എന്തിനാണോ ബദർ നടന്നത്, ഏതൊരു കാര്യത്തിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ വിശേഷിപ്പിച്ചത് ഫുർഖാൻ എന്നാണ്, സത്യവിവേചനം എന്നാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചത്, നന്മയെയും തിന്മയെയും വേർതിരിച്ചത്, തൗഹീദിനെയും ശിർക്കിനെയും വേർതിരിച്ചത്. ആ യുദ്ധമാണ് ബദർ. പ്രിയമുള്ളവരെ, തൗഹീദ് ജീവിതത്തിൽ ഉണ്ടാക്കുക. എന്തിനാണോ ബദരീങ്ങൾ യുദ്ധം നടത്തിയത്? അവർ യുദ്ധം നടത്തിയത് അള്ളാഹിന്റെ കലിമത്ത് ഹിയൽ ഉലിയ, അത് ഔന്നത്യത്തിൽ നിൽക്കണം. അതായിരുന്നു ബദറിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനായിരുന്നു അവർ ബദറിൽ യുദ്ധം നടത്തിയത്. അവർ ബദറിൽ പ്രയാസപ്പെടുമ്പോഴും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ബദർ തുടങ്ങുന്നതിന് മുമ്പ് സഹായം ആവശ്യപ്പെട്ടത് അള്ളാഹുവിനോടാണ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ വിശ്വാസം. എന്തൊന്നിനു വേണ്ടിയാണോ ബദരീങ്ങൾ യുദ്ധം നടത്തിയത്, എന്തൊന്നിനു വേണ്ടിയാണോ ബദരീങ്ങൾ ജീവിച്ചത്, ഏതൊരു വിശ്വാസത്തിലാണോ ബദരീങ്ങൾ മരണമടഞ്ഞത്, വഫാത്തായത്, ഏതൊന്നിലാണോ ബദരീങ്ങൾ ഷഹീദുകളായത്, രക്തസാക്ഷികളായത്, ആ വിശ്വാസമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ആ വിശ്വാസം ഉണ്ടോ, ജീവിതത്തിൽ എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോവുകയില്ല. ആ വിശ്വാസം ജീവിതത്തിലുണ്ടോ, ജീവിതത്തിൽ എവിടെയും നമ്മൾ തളരില്ല. ജീവിതത്തിൽ എവിടെയും നമ്മൾക്ക് ഭയമുണ്ടാവുകയില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക. നമ്മൾ അല്ലാഹുവിൽ മാത്രം നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ സഹായ നേട്ടങ്ങൾ അല്ലാഹുവിനോട് മാത്രം നമ്മൾ നടത്തുക. ഇന്ന്, നാളെ, മറ്റന്നാൾ, ഈ 3 ദിവസങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിഷ്കളങ്കരായ ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, നോമ്പ് നഷ്ടപ്പെടുത്തി കളയുന്ന, വിശ്വാസം പോലും തകർക്കപ്പെടുന്ന ആചാരങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്ന് പല പള്ളികളിലും ബദരീങ്ങൾക്ക് വേണ്ടി ലേലം വിളി നടക്കാൻ പോവുകയാണ്. ബദരീങ്ങൾക്ക് വേണ്ടി കോഴിയെ ലേലം വെക്കുന്ന ആളുകൾ, ബദരീങ്ങൾക്ക് വേണ്ടി വീട്ടിലെ വാഴക്കുല നേർച്ചയാക്കുന്ന ആളുകൾ, അത് ലേലം വിളിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ആളുകൾ. പ്രിയമുള്ളവരെ, മന്നദറ ലിഗൈരില്ലാ ഫഖദ് അശ്റക്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച അർപ്പിച്ചോ ഫഖദ് അശ്റക്, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. നേർച്ച എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഗതിയാണ്. ഇനി അഥവാ ഒരാൾ നേർച്ച നടത്തുകയാണെങ്കിൽ അത് അള്ളാഹിന്റെ പേരിൽ മാത്രം, സുന്നത്തായ ഒരു കാര്യത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർബന്ധമാക്കുന്നു, അതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. സുന്നത്തായ ഒരു നിസ്കാരം, ഇന്ന് രാത്രിയത്തെ തറാവീഹ് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തറാവീഹ് നമ്മൾ നിർവഹിക്കൽ നിർബന്ധമാണ്. അതാണ് ഇസ്ലാമിലെ നേർച്ച. അതല്ലാത്തതൊന്നും നേർച്ചയല്ല. ബദരീങ്ങൾക്ക് വേണ്ടി കോഴി ഇറക്കാൻ, വീട്ടിൽ കൊലച്ച കൊല, വാഴക്കൊല ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുന്നു, അത് ലേലം വിളിക്കുന്നു. 17-ാം തീയതി മദ്രസയിലെ കുട്ടികൾക്ക് ബിരിയാണി വെച്ച് വിളമ്പി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അത് ബിദ്അത്തിന്റെ ചോറാണ്. നമ്മുടെ നോമ്പ് തകർത്ത് കളയുന്ന,
നമ്മുടെ വിശ്വാസത്തിൽ അപജയമുണ്ടാക്കുന്ന ഇത്രയും സിമ്പിളായ ആ മതത്തെ ഇത്രമേൽ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്തിനാണോ ബദരീങ്ങൾ ഒരിക്കലും ബദർ കഴിഞ്ഞ് 8 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 4 ഖലീഫമാർ ജീവിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ച സംഭവിച്ചു. ആരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് ഉമർ അള്ളാഹിനെ തൊട്ട് പൊന്തിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് ജീവിച്ച കുറേ ബദരീങ്ങളുണ്ടായിരുന്നു. ആരും ആ ബദരീങ്ങളെടുത്ത് പോയിട്ട് ബദരീങ്ങളെ തൊട്ടുപൊന്തി പ്രാർത്ഥിച്ചിട്ടില്ല. 14ഓളം ബദറിൽ ഷഹീദുകളായ ബദരീങ്ങളുടെ ഖബറിടത്തിലേക്ക് പോയിട്ട് ഒരു സ്വഹാബിയും ബദരീങ്ങളെ പ്രയാസമാണ്, ബദരീങ്ങളെ ബുദ്ധിമുട്ടാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ച വഫാത്തായ ഷഹീദുകളായ ബദരീങ്ങളുടെ ഖബറിടത്തിലേക്ക് പോയിട്ട് വരൾച്ചയുണ്ട് ബദരീങ്ങളെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹിനോട് പറയണേ എന്നും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, അവർ തേടിയത് റബ്ബിനോടാണ്, അവർ സഹായം തേടിയത് റബ്ബിനോടാണ്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ താബിയുകളും ജീവിച്ചു. അവരാരും ഒരു സഹാബിയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടും സഹായം ചോദിച്ചിട്ടില്ല. ഒരു സഹാബിയുടെ പേര് പോലും യാ അബൂബക്കർ എന്ന് വിളിച്ചിട്ടില്ല. കാല് തെറ്റി വീഴുമ്പോൾ അല്ലാഹുവേ എന്നാണ് അവർ വിളിച്ചത്. നിന്റെ ബദരീങ്ങളെ എന്നവരാരും വിളിച്ചിട്ടില്ല. അബൂബക്കറെ എന്നാരും വിളിച്ചിട്ടില്ല. അവരൊക്കെ വിളിച്ചത് നിന്റെ റബ്ബേ എന്നാണ്. അതാണ് അള്ളയും നമ്മളുമായിട്ടുള്ള കണക്ഷൻ, അതാണ് അള്ളയും നമ്മളുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ശിർക്കരിക്കുന്ന വിശ്വാസം പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. കേൾക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ബോധ്യപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പോയി അള്ളാഹിന്റെ മുമ്പിൽ ബദരീങ്ങൾ ആണ്ട് നീ എന്തിനു കഴിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമ്മൾക്കൊന്നും ഉണ്ടാവില്ല. എന്തിനാ ബദരീങ്ങൾക്ക് വേണ്ടി നിന്റെ വീട്ടിൽ നീ പോറ്റി വളർത്തിയ കോഴിയെയും വാഴക്കൊലയെയും പോയി നേർച്ച വെച്ചത്? ഒരു മറുപടി നമ്മൾക്ക് പറയാനുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രം, നേർച്ച അള്ളാഹുവിനോട് മാത്രം, എല്ലാം അള്ളാഹുവിനോട് മാത്രം. പടച്ചോനെ മറന്ന് നാവിൽ ബദരീങ്ങൾ വരുന്ന കാലഘട്ടമാണ്. അള്ളാഹിനെ പോലും വിളിക്കാതെ ബദരീങ്ങളെ വിളിക്കുന്ന കാലഘട്ടം. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് അവരായി അവരുടെ പാടായി എന്ന് പോകാൻ പാടില്ല. അത് അവരായി അവരുടെ പാടായി അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. നമ്മളെന്തിനാ അവരെ പോയി ഇടങ്ങാറാക്കുന്നത്? നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തല്ലേ, എന്നിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്ന് നമുക്കറിയില്ല. അതിൻ്റെ കാരണക്കാരാവാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അചഞ്ചലമായ വിശ്വാസം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര പ്രയാസം വന്നാലും ഒരു ബുദ്ധിമുട്ടിലും അല്ലാത്തവരെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, അല്ലാത്തവരോട് ഞാൻ ഇസ്തിഗാസ നടത്തില്ല. ഞാൻ അല്ലാഹു അല്ലാത്ത വേറൊരാളുടെ പേരിലും ഞാൻ നേർച്ച അർപ്പിക്കുകയില്ല. ഞാനും അള്ളയും തമ്മിൽ ഒരിടയാളനെ എനിക്ക് വേണ്ട. കാരണം എൻ്റെ കണ്ട നാടിയോളം അടുത്ത് കിടക്കുന്ന റബ്ബ് എനിക്കുണ്ടായിരിക്കെ വേറൊരാൾ എനിക്ക് വേണ്ട എന്ന തീരുമാനമായിരിക്കണം നമ്മുടെ വിശ്വാസം. ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കുക, ക്രമപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമദാനിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3-4 കാര്യങ്ങൾ ഉണർത്തുവാനുള്ളത്. ഇനി പെരുന്നാളാണ് വരാനുള്ളത്. പലപ്പോഴും പെരുന്നാളിന് പുത്തനുടുപ്പണിയാൻ, പുതിയ വസ്ത്രം ധരിക്കാൻ നമ്മുടെ വീട്ടിലെല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലിനി വല്ല വസ്ത്രമോ പുതിയ ഡ്രസ്സ് എടുക്കാനോ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ 1-2 ദിവസം കൊണ്ട് പകലുകളിൽ പോയി നമ്മളത് അവസാനിപ്പിക്കുക. കാരണം ഇനി വരാനുള്ളത് അവസാനത്തെ 10-ആണ്. സാധാരണ പള്ളിയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കൂടേണ്ട, തിങ്ങി നിറയേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൽ അലസരാകുന്ന ഒരാളുകൾ നമ്മളാകാൻ പാടില്ല. നമ്മൾ വീട്ടിൽ വസ്ത്രവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ റമദാനിന് മുമ്പ് തന്നെ എടുത്തിട്ടുണ്ടാകും, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതല്ലാത്ത വല്ലതും മറവി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീരുമാനമാക്കി ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് അത് ഏതെങ്കിലും ഒരു സമയം, നമ്മുടെ ജമാഅത്ത് നിസ്കാരത്തിന് തടസ്സമാകാത്ത ഏതെങ്കിലും ഒരു സമയം അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. അങ്ങനെ പോയി അതൊക്കെ പെട്ടെന്ന് നമ്മൾ തീരുമാനമാക്കുക. 13ാമത്തെ നോമ്പ് ഇന്ന് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പൂർണ്ണതയിലെത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഖുർആൻ പാരായണം 13 ചുരുങ്ങിയതൊരു 10 ജുസ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. ഞാനും നിങ്ങളും സ്വയം ഒന്ന് വിലയിരുത്തുക. റമദാൻ ഖുർആനിൻ്റെ മാസത്തിൽ ആ ഖുർആനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. 3-ാമത്തത് സ്വതക്കകൾ അധികരിപ്പിക്കാനുള്ള മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആകുമായിരുന്നു എന്നാണ് സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ.
ദരിദ്രനായ പ്രവാചകൻ, 2 ആഴ്ചയോളം വീടിൽ അടുപ്പ് പുകയാത്ത പ്രവാചകൻ, 3 മാസത്തോളം കട്ടിയുള്ള ഭക്ഷണം ഒരിക്കൽ പോലും കഴിക്കാത്ത പ്രവാചകൻ. ആ പ്രവാചകൻ റമദാൻ മാസത്തിൽ സദക്ക ചെയ്യുന്ന വിഷയത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ കയ്യിലുള്ളത് അത് എടുത്തു കൊടുക്കാൻ ഒരു മടിയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത സദക്കകളൊക്കെ എവിടെ എത്തി എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. വലം കൈ അറിയാതെ ഇടം കൈ അറിയാതെ നമ്മുടെ വലം കൈ കൊടുത്ത സ്വതക്കകൾ എവിടെ എത്തി നമ്മളൊന്ന് ആലോചിക്കുക. യർജൂന തിജാറത്തൻ ലൻ തബൂർ അല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അള്ളാഹിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, രഹസ്യത്തിലും പരസ്യത്തിലും സ്വതക്ക ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ നഷ്ടം വരാത്തൊരു കച്ചവടത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സ്വതക്കകളുടെ വിഷയത്തിൽ നമ്മളൊരു ചിട്ട നമ്മളത് കണക്കൂട്ടി നോക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്കൂട്ടുക. എൻ്റെ കീശയിൽ ഒരു 10,000 ഉറുപ്പിക എൻ്റെ കീശയിലുണ്ടെങ്കിൽ അതിലെത്ര ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്? ഒരു 50 രൂപ എൻ്റെ കീശയിലുണ്ടെങ്കിൽ അതിലെത്ര ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്? നമ്മൾ എത്ര കൊടുക്കുന്നു എന്നതല്ല, നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ എത്ര ശതമാനം നമ്മൾ സ്വതക്ക കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് അതൊക്കെ നമ്മളിന്ന് ശ്രദ്ധിക്കുക. 4-മത്തെ നമ്മുടെ സക്കാത്തിൻ്റെ വിഷയം. നമ്മുടെ സമ്പത്തിൽ അന്യൻ്റെ ഓഹരി ഉണ്ടെങ്കിൽ അത് പടച്ചോൻ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റമദാനിനെ നമുക്ക് അത് കണക്ക് കൂട്ടുന്ന ഒരു മാസമായി കണക്കാക്കി. ഇനി ആരെങ്കിലും അതിൽ ബാക്കിയുണ്ടെങ്കിൽ, അശ്രദ്ധയോടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടി, നമ്മുടെ സ്വർണ്ണമാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ സ്വർണ്ണമാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണക്ക് നോക്കി അതിൻ്റെ നിസാബ് അളന്ന് അതിൻ്റെ ശതമാനം സക്കാത്തിൻ്റെ സെല്ലിലേക്ക് അതല്ലെങ്കിൽ അവകാശികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധയൊക്കെ നമ്മൾ കാണിക്കുക. മരിച്ചാലും ഞാൻ ബാധ്യതകളിൽ നിന്ന് മുക്തനാണ്, ഈ റമദാനോടുകൂടി ഞാൻ ക്ലിയറായി എന്ന് നമുക്കെങ്കിലും ഒന്ന് സമാധാനിക്കാൻ സാധിക്കണം. അള്ളാഹിനോട് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കണം. ആ നിലയ്ക്ക് നമ്മളൊന്ന് ക്രമീകരിക്കുക, ചിട്ടപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ ഇന്ന് 2 പിരിവ് നടക്കുന്നുണ്ട്. ഇന്ന് ജുമുഅക്ക് ശേഷം നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷനാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, ഈ പൊള്ളുന്ന വെയിലത്തും സമാധാനത്തോടു കൂടിയാണ് ഈ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് സൗകര്യങ്ങളൊക്കെ ഇവിടെ വിശാലമാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എൻ്റെ വക എത്ര ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. എൻ്റെ വക എത്ര ഞാൻ കൊടുത്തിട്ടുണ്ട്? അതുകൊണ്ട് ആത്മാർത്ഥമായി, ഉള്ളറിഞ്ഞ്, നമ്മുടെ കീശയറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന ഒരു തുക പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കണം. ഞാനൊക്കെ കുറേ കൊടുത്തതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. സാരമില്ല, കൊടുത്താൽ കുറയില്ല. ഇന്നും ഈ പള്ളിയിലുള്ള എല്ലാ ആളുകളും ഒരു തുക, ഇനി മുമ്പ് കൊടുത്തവരാണെങ്കിലും നമ്മൾ കൊടുത്തത് പള്ളിക്കല്ലേ, ആ ചിന്തയിൽ നമ്മളെല്ലാവരും പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുക. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്, ഇത് തള്ളിക്കൊണ്ടു പോകാൻ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ രാത്രി തറാവീഹ് നിസ്കാരത്തിന് ശേഷം CH സെൻ്ററിൻ്റെ കളക്ഷൻ ഉണ്ടാവും. അതൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു സ്ഥാപനം എന്നതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് ആളുകൾ കത്താണിയാകുന്ന, ഒരുപാട് ആളുകൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്ന, 25 ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു വലിയൊരു സംരംഭമാണ്, അല്ലേ? ഇത് കണ്ട ആളുകൾക്ക് ഒരിക്കലും അതിൻ്റെ കവർ മുമ്പിലേക്ക് വരുമ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഒരു നല്ലൊരു തുക ഇന്ന് രാത്രി തറാവീഹിന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ കരുതുക. എന്താണോ നമുക്ക് കൊടുക്കാൻ സാധിക്കുക അതൊക്കെ നമ്മൾ കൊടുക്കുക. സ്വതക്കകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. മരണം വരെ അള്ളാഹു ഹിദായത്തിലായി ജീവിക്കുവാനും തൗഹീദിൽ മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. واخر دعوانا ان الحمد لله رب العالمين.